കന്നഡ ഭാഷ വിവാദത്തിൽ മാപ്പ് പറയില്ലെന്ന് കർണാടക ഹൈക്കോടതിയെ അറിയിച്ച് നടൻ കമൽഹാസൻ. പുതിയ ചിത്രമായ തഗ് ലൈഫ് ഇപ്പോൾ കർണാടകയിൽ റിലീസ് ചെയ്യുന്നില്ലെന്നും അദ്ദേഹം കോടതിയെ അറിയിച്ചു. വിവാദത്തിൽ കർണാടക ഹൈക്കോടതി ഇന്ന് രാവിലെ നടനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുകയായിരുന്നു. സിനിമ റിലീസ് ചെയ്യാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടൻ നൽകിയ ഹർജി പരിഗണിക്കവേ ആയിരുന്നു കോടതിയുടെ രൂക്ഷമായ പ്രതികരണം. ഖേദം പ്രകടിപ്പിക്കുന്നതാണ് ഉചിതമായ നടപടിയെന്നാണ് കോടതി നിർദ്ദേശിച്ചത്. ഒന്നല്ലെങ്കിൽ മാപ്പ് പറയുക, അല്ലെങ്കിൽ സിനിമ കർണാടകയിൽ റിലീസ് ചെയ്യുന്നത് മറക്കേണ്ടി വരും. അങ്ങനെയാണ് കോടതി പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് നടൻ കോടതിയെ നിലപാട് അറിയിച്ചത്. നടന്റെ പ്രസ്താവന അതിരു കടന്നുവെന്നും കന്നഡിഗരുടെ വികാരത്തെ വ്രണപ്പെടുത്തിയെന്നുമാണ് കന്നഡ ഹൈക്കോടതി ഇന്ന് വിമർശിച്ചത്. തന്റെ പ്രസ്താവന പിൻവലിക്കാൻ കമൽഹാസൻ എത്രയും പെട്ടെന്ന് തയ്യാറാകണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടത്. പറഞ്ഞ വാക്കുകൾ ഒരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കുന്നതല്ല. എന്നാൽ മാപ്പ് അപേക്ഷിക്കാം. നിങ്ങൾ ഒരു സാധാരണക്കാരനല്ല. സംസാരിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. എന്നാൽ അതൊരിക്കലും മറ്റുള്ളവരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലാവരുത്. ജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ സംസാരിക്കാനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം നിങ്ങൾക്ക് നൽകാൻ സാധിക്കില്ല. എന്തായാലും നിങ്ങളുടെ തീരുമാനത്തിന് വിടുകയാണ്. ആരെയെങ്കിലും നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമ ചോദിക്കണം, കോടതി പറഞ്ഞു. നിങ്ങളാണ് പ്രസ്താവന നടത്തിയത്. ആ പ്രസ്താവന പിൻവലിക്കൂ. അങ്ങനെ പിൻവലിച്ചാൽ കോടികൾ നിങ്ങൾക്ക് കർണാടകയിൽ നിന്നും നേടാം. എന്നാൽ ജനങ്ങളെ വേണ്ടെങ്കിൽ വരുമാനവും മറക്കേണ്ടി വരും. അതേസമയം ഇത്തരത്തിൽ ജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന പ്രസ്താവനകൾ നടത്താൻ അനുവദിക്കുകയുമില്ല. തെറ്റ് പറ്റിയാൽ നിങ്ങൾ പറയേണ്ടത് അത്തരമൊരു സാഹചര്യത്തിൽ പറഞ്ഞു പോയതാണെന്നും ആളുകളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്നുമാണ് പറയേണ്ടിയിരുന്നത്. വിവാദത്തിന് പിന്നാലെ കമൽഹാസന്റെ ഏറ്റവും പുതിയ ചിത്രം കൂടിയായ തഗ് ലൈഫ് കർണാടകയിൽ റിലീസ് ചെയ്യാൻ അനുവദിക്കില്ല എന്നാണ് കർണാടക ഭാഷാ സംഘടനകളും കർണാടക ഫിലിം ചേംബേഴ്സ് അസോസിയേഷനും വ്യക്തമാക്കിയിരിക്കുന്നത്. തുടർന്നാണ് സിനിമയുടെ റിലീസ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കമൽഹാസൻ കോടതിയെ സമീപിച്ചത്. അതേസമയം റിലീസ് തടയുമെന്ന് അറിയിച്ചതിന് പിന്നാലെ ഫിലിം ചേംബേഴ്സ് പ്രസിഡന്റ് നരസിംഹലുവിന് കമൽഹാസൻ വിശദമായൊരു കത്തെഴുതിയിരുന്നു. തന്റെ പ്രസ്താവന വളച്ചൊടിച്ചതാണെന്നും കത്തിൽ കമൽഹാസൻ പറഞ്ഞു. തഗ് ലൈഫ് ഓഡിയോ ലോഞ്ച് ഡോക്ടർ രാജ്കുമാറിന്റെ കുടുംബത്തോട്, പ്രത്യേകിച്ച് ശിവരാജ് കുമാറിനോടുള്ള ആത്മാർത്ഥ സ്നേഹം കൊണ്ട് താൻ നടത്തിയ പ്രസ്താവനയാണെന്നാണ് കമൽഹാസൻ പറഞ്ഞത്. അത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. തന്റെ വാക്കുകൾ സന്ദർഭത്തിൽ നിന്നും അടർത്തിയെടുത്ത് വിവാദം ഉണ്ടാക്കിയത് തന്നെ വളരെയധികം വേദനിപ്പിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. നാം എല്ലാവരും ഒരേ കുടുംബത്തിൽ നിന്നും വന്നവരാണെന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ കന്നഡിഗരെ ഒരിക്കലും ഞാൻ താഴ്ത്തിക്കെട്ടിയിട്ടില്ല. അവരെ ഒരിക്കലും ഞാൻ മാറ്റി നിർത്തിയിട്ടുമില്ല. കന്നഡ ഭാഷയുടെ സമ്പന്നമായ പാരമ്പര്യത്തെക്കുറിച്ച് തർക്കമോ സംവാദമോ ഇല്ല. തമിഴ് പോലെ തന്നെ ഞാൻ കന്നഡിഗരെയും ബഹുമാനിക്കുന്നുണ്ട്. കന്നഡ ഭാഷയെയും ഞാൻ ബഹുമാനിക്കുന്നു. എൻ്റെ കരിയറിൽ ഉടനീളം കന്നഡിഗർ കാണിച്ച സ്നേഹത്തെയും ഊഷ്മളതയെയും ഞാൻ വിലയിരുത്തിയിട്ടുണ്ട്. കന്നഡ ഭാഷയോടുള്ള എൻ്റെ സ്നേഹം ആത്മാർത്ഥമാണ്. മാതൃഭാഷയോടുള്ള കന്നഡിഗരുടെ സ്നേഹത്തിൽ എനിക്ക് വലിയ ബഹുമാനവുമുണ്ട്, നടൻ പറഞ്ഞു. ഒരു ഭാഷ മറ്റൊരു ഭാഷയേക്കാൾ മുകളിലാണെന്ന ചിന്തയെ ഞാൻ എല്ലാ കാലത്തും എതിർത്തിട്ടുണ്ട്. അതിനെതിരെ ഞാൻ പൊരുതുന്ന ആളുകൂടിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. തമിഴ്, കന്നഡ, തെലുങ്ക്, മലയാളം തുടങ്ങി നമ്മുടെ നാട്ടിലെ എല്ലാ ഭാഷകളോടും എനിക്ക് വളരെ അധികം ബഹുമാനവും സ്നേഹവും ഉണ്ടെന്നും താരം കൂട്ടിച്ചേർത്തു. കന്നഡ ഭാഷ തമിഴിൽ നിന്നാണ് ജനിച്ചത് എന്ന നടന്റെ പ്രസ്താവനയാണ് വിവാദമായത്. തഗ് ലൈഫ് ഓഡിയോ ലോഞ്ചിൽ പങ്കെടുത്ത കന്നഡ നടൻ ശിവരാജ് കുമാറിനെ കുറിച്ച് പരാമർശിക്കവെയാണ് കന്നഡയെക്കുറിച്ച് നടൻ പ്രസംഗിച്ചത്. അതേസമയം 37 വർഷങ്ങൾക്ക് ശേഷം കമൽഹാസൻ മണിരത്നം ഒന്നിക്കുന്ന ചിത്രം ജൂൺ 5-നാണ് റിലീസ് ചെയ്യുന്നത്. UA സർട്ടിഫിക്കറ്റ് നേടിയ കമൽഹാസൻ ചിത്രത്തിന് 165 മിനിറ്റാണ് ആകെ ദൈർഘ്യം. സിലംബരശൻ, ജോജു ജോർജ്, തൃഷ, അഭിരാമി, ഐശ്വര്യലക്ഷ്മി, നാസർ, അശോക് സെൽവൻ, അലി ഫസൽ, പങ്കജ് ത്രിപാഠി തുടങ്ങി നിരവധി കഥാപാത്രങ്ങളും ഇതിൽ അണിനിരക്കുന്നുണ്ട്. തഗ് ലൈഫിന്റെ 1,13,000 ടിക്കറ്റുകൾ ഇതിനകം ബുക്ക് മൈ ഷോയിലൂടെ അഡ്വാൻസായി വിറ്റഴിഞ്ഞിരിക്കുന്നു എന്നൊരു കാര്യം കൂടി വ്യക്തമാക്കുന്നു. 11 കോടിയിലേറെ നേടി എന്നുമാണ് റിപ്പോർട്ടുകൾ വരുന്നത്. രാജ് കമൽ ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിച്ച് തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ അരമന്റെ വിജയകരമായ കേരള വിതരണ പങ്കാളിത്തത്തിന് ശേഷം ഗോകുലം മൂവീസിനായി ഗോകുലം ഗോപാലനാണ് തഗ് ലൈഫ് കേരളത്തിൽ എത്തിക്കുന്നത്. തഗ് ലൈഫിന്റെ കേരള ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ
ഡ്രീം ബിഗ് ഫിലിംസ് ആണ്. തഗ് ലൈഫിന്റെ കേരള പ്രൊമോഷന്റെ ഭാഗമായി ചിത്രത്തിലെ താരങ്ങളും അണിയറ പ്രവർത്തകരും കൊച്ചിയിലും മെയ് 28-ന് തിരുവനന്തപുരത്തും നടത്തുന്ന പ്രീ റിലീസിംഗ് ഇവന്റുകളിലും പങ്കെടുത്തിരുന്നു. AR റഹ്മാന്റെ ടീമിന്റെ ലൈവ് പെർഫോമൻസോട് കൂടിയ തഗ് ലൈഫ് ഓഡിയോ ലോഞ്ച് വളരെ പ്രശസ്തമായിരുന്നു. ചെന്നൈയിൽ മെയ് 24-നും നടത്തി. മണിരത്നത്തിനോടൊപ്പം പതിവ് സഹപ്രവർത്തകനായ സംഗീത സംവിധായകൻ AR റഹ്മാനും എഡിറ്റർ ശ്രീകർ പ്രസാദും ഈ ചിത്രത്തിൽ ഒരുമിക്കുന്നുണ്ട്. നേരത്തെ മണിരത്നത്തിന്റെ കണ്ണത്തിൽ മുത്തമിട്ടാൽ, ആയുധമെഴുത്ത് എന്നീ ചിത്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഛായാഗ്രഹകൻ രവി കെ ചന്ദ്രനാണ് തഗ് ലൈഫിന്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. വിക്രമിന് വേണ്ടി കമലുമായി സഹകരിച്ച അൻപർവ് മാസ്റ്റേഴ്സ് ആണ് ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്യുന്നത്. തഗ് ലൈഫിന്റെ മേക്കപ്പ് രഞ്ജിത്ത് ആണ്. പ്രൊഡക്ഷൻ ഡിസൈനറായി ഷർമിഷ്ഠ റോയും കോസ്റ്റ്യൂം ഡിസൈനറായി ഏകലങ്കയുമാണ് ചിത്രത്തിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പോഴിതാ കമൽഹാസൻ മണിരത്നം കൂട്ടുകെട്ടിൽ സിനിമയിൽ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിന്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് സിലംബരശൻ. കമലിനും മണിരത്നത്തിനുമൊപ്പമുള്ള സിനിമയിൽ തന്റെ കഥാപാത്രത്തിന് പ്രാധാന്യം വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അത് 5 മിനിറ്റ് ആണെങ്കിലും അതെന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അത് വലിയൊരു സമ്പാദ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കഥാപാത്രം ഏറെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാനാകില്ല. കമൽ സാറിന്റെയും മണി സാറിന്റെയും സിനിമയിൽ ഒരു 5 മിനിറ്റ് മാത്രമുള്ള റോളാണെങ്കിലും ഞാൻ അത് അഭിനയിക്കും. എൻ്റെ കഥാപാത്രത്തിന് പ്രാധാന്യം വേണമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ 2 ഗുരുക്കന്മാർക്കൊപ്പം വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നാണ് സിലംബരശൻ പറഞ്ഞത്.